Hi, hello, welcome back to my YouTube channel. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ സമയം ഒരു 3:30 പുലർച്ചെ. അപ്പൊ നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ എവേയുള്ള ഗുഡിബണ്ടെ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലോട്ടാണ് പോകുന്നത്. അപ്പൊ സൺറൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കിട്ടുമെന്ന് ദൈവത്തിനറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളെ എല്ലാരും ഒരുമിച്ച് ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് കാണാം. നമ്മള് ഫോർട്ട് എത്താറായി. ഇനി 6 മിനിറ്റ്സേ ഉള്ളൂ. അറൌണ്ട് 2.7 കിലോമീറ്റർ. അപ്പൊ ആ പോകുന്ന വഴി ഇത് ഈ ഒരു ടൈം ആകുമ്പോൾ ഇത് രണ്ട് സൈഡിലും ലേക്കാണ്. സെറ്റ് വ്യൂ ആട്ടോ. അതിന്റെ ഇടയിൽ പാറ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഒരു മൗണ്ടെയിൻ ടൈപ്പ് വ്യൂ ഉണ്ട് ലെഫ്റ്റ് സൈഡില്. നല്ല വ്യൂ. ഹൈ ഗൈസ്, നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ. ഇവിടെ നല്ല അടിപൊളി കാറ്റാണ്. കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റാട്ടോ. സീൻ കാറ്റ്. നല്ല തണുപ്പുണ്ട്. അപ്പം ഇതിന്റെ വ്യൂ അത്യാവശ്യം ഫുൾ ഒരു ഹിൽ ടോപ്പ് ആട്ടോ ഏരിയ. അവിടെ ഒരു മൗണ്ടെയിൻ പോലെ കാണാം. ഇപ്പത്തെ സൈഡിൽ മൗണ്ടെയിൻ ഉണ്ട്. ഇതാണ് നമ്മൾ കേറിയിട്ട് സൺറൈസ് പിടിക്കേണ്ട ഏരിയ. പക്ഷെ നമുക്ക് സൺറൈസ് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് ട്രക്കിംഗ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല എനർജി ഉള്ളതുകൊണ്ട് ഇപ്പൊ കേറാൻ പറ്റുന്ന പോലെ. ഫുൾ സ്റ്റെപ്സ് ആണ് തോന്നുന്നു. പൊതുവെ നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോ കുറെ ആൾക്കാർ ഉണ്ടാവാറുണ്ട് ട്രക്കിങ് ചെയ്യുമ്പോ. പക്ഷെ ഇപ്പൊ അധികം ഒട്ടും ആൾക്കാരില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് അറൌണ്ട് 1000 സ്റ്റെപ്സ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഭയങ്കര കാറ്റാട്ടോ. ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് തളർന്ന്. നൈസ് വ്യൂ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ വരുമ്പം കണ്ട ലേക്കൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റൂട്ടോ. പിന്നെ ഒരു ഈ ഓൾ പ്രദേശത്തിന്റെ ഒരു വ്യൂ മൊത്തത്തില് ഇവിടുന്ന് കിട്ടും. നൈസ് വ്യൂ ആണ് ഇവിടുന്ന്. ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് അതിന്റെ മാത്രം ക്ഷീണമുണ്ട്. നമ്മളൊരു പകുതിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ തോന്നുന്നു. പകുതി കംപ്ലീറ്റ് ആയെന്ന് അറിയില്ല. മേലെത്തിയപ്പോ കുറച്ചുകൂടെ കാറ്റിന്റെ ഇത് കൂടി. പക്ഷെ ഈ ട്രക്ക് നമ്മൾ ഇനി മുന്നേ പോയ ട്രക്കൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ട്രക്ക് അത്ര ഡിഫിക്കൾട്ട് ഒന്നുമല്ല. നമുക്ക് കയറാൻ പറ്റുന്നുണ്ട് കുറച്ച് ഈസി ഒക്കെ ആയിട്ട്. ഞാൻ ഇതിന് മുന്നേ സ്കന്ദഗിരി പോയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ടഫായിരുന്നു. ഇവിടെ അടിപൊളി കാറ്റിട്ടോ. അയ്യോ, സ്കന്ദഗിരി ഇതേപോലെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിന്റെ ഒരു സൈഡിലുള്ള
ഒരു പ്ലേസ് ആണ്. അവിടെ ആണ് ആ ട്രെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ നേരത്തെ ബുക്കൊക്കെ ചെയ്തിട്ട് പോയ പരിപാടിയായിരുന്നു. അന്ന് നമുക്ക് സൺറൈസ് ഒക്കെ കിട്ടിട്ടോ. ഈ ട്രെക്കിങ് ഫുൾ സ്റ്റെപ്സ് ഉണ്ട് നമുക്ക്. പക്ഷെ അവിടെ ഒന്നും അങ്ങനെ സ്റ്റെപ്പ് പോലെ ഒന്നുമില്ല, സ്റ്റീപ്പ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ ആയിരുന്നു. അത് നമ്മൾ തന്നെ പിടിച്ച് വലിച്ചിട്ട് കയറണം. ഇത് പിന്നെയും കയറാൻ കുറച്ച് ഈസിയാണ്. ഗുഹ പോലത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പോ. ഓക്കെ, നോക്ക്, ഈ വലിയ പാറക്കെട്ടിന്റെ ഉള്ളാണ് കേട്ടോ ഇത്. ഒരു ടണല് പോലെ ഉണ്ട്. പിന്നെ വേറൊരു വിഷമകരമായ കാര്യം, നമുക്ക് സൺറൈസ് കിട്ടിയില്ല. നമ്മൾ വരുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് പുലർന്ന പോലെ ആയിട്ടുണ്ടായി. സോ സൺറൈസ് മിസ്സായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സ്റ്റിൽ കയറാന്ന് തന്നെ വിചാരിച്ചു. ഈ വഴിയുടെ സൈഡിലൊക്കെ പുല്ലുണ്ട് കേട്ടോ. ഈ കാറ്റെങ്ങനെ എനിക്ക് തോന്നുന്നറിയോ, ഈ നമ്മള് ബീച്ചിന്റെ സൈഡിലൊക്കെ ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു കാറ്റിന്റെ വൈബില്ലേ, ആ സെയിം ടൈപ്പ് വൈബാണ് ഇവിടുത്തെ കാറ്റിന്. ആ സെയിം ടൈപ്പ് ഓഫ് സൗണ്ട് എന്തോ അങ്ങനെ ഒരു പോലെ തോന്നുന്നു. പിന്നെ ഇവിടെ അധികം ആരുമില്ല കേട്ടോ, അധികമൊന്നല്ല, ആരുമില്ല. ഇന്ന് സാറ്റർഡേ ആണ്, എന്നിരുന്നാ പോലും ആരുമില്ല. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല പുല്ല് പിടിച്ചിരിക്കുന്ന വഴിയാട്ടോ. സോ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാന്. ചുറ്റിനും കാടാണ്. അമ്മ, ഞാൻ കുറച്ച് ക്ഷീണിച്ചു. ഇത് നല്ല കാട് പിടിച്ച വഴിയാണ് കേട്ടോ. അത്യാവശ്യം ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ വീണ്ടും ഒരു പാറന്റെ അടിയിലാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ ഏകദേശം എത്ര സ്റ്റെപ്പ് കയറി എന്നുള്ള കൗണ്ടൊന്നും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം ഡണ്ണായി എന്നാണ് തോന്നുന്നത്. 1000 സ്റ്റെപ്സ് ആണല്ലോ പറഞ്ഞത്. എന്തായാലും ഒരു 3/4 ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവാം. ഇവിടെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ പോയാൽ എങ്ങോട്ടേക്ക് എത്താന്ന് അറിയില്ല. സ്റ്റെപ്സ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അതിന്റെ അടിയില്. പക്ഷെ അങ്ങോട്ടേക്ക് എന്തായാലും പോകുന്നില്ല. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. ഇത് 400 വർഷം പഴക്കമുള്ള ഫോർട്ട് കേട്ടോ. 17th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തൊരു ഫോർട്ടാണ്.
അപ്പൊ ഈ ഫോർട്ട് ബിൽഡ് ചെയ്തതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഫോർട്ടില് അറൌണ്ട് 19 പോണ്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഫോർട്ടിന്റെ മുകളില് ഒരു ശിവ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ വേറൊരു എന്താ വെച്ചാല് എനിക്ക് കഥച്ചിട്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതാണ് ഇങ്ങനെ വോയിസ്. ഈ ഫോർട്ടില് സോൾജേഴ്സിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂട്ട് ഉണ്ട്, എസ്കേപ്പ് റൂട്ട് അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് എത്തിട്ടോ. ഇനി ഈ സ്റ്റെപ്സും കൂടെ കയറിയ നമ്മൾ ഫോർട്ടിനുള്ളിലെത്തും. ഇതൊക്കെ പണ്ട് കാലത്ത്, അത് 17th സെഞ്ചുറി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. കുറേ മാനുവൽ പവർ ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലേ? കാരണം അന്നത്തെ കാലത്ത് കുറെ മെഷീൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ കുറെ പേര് ഒക്കെ ഒരുമിച്ച് പണിയെടുത്ത് ബിൽഡ് ചെയ്തതാണ് ഈ ഫോർട്ട്. ഇത് ഇവിടുന്ന് നൈസ് വ്യൂ കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു കുറച്ച് തളർന്നു കേട്ടോ. നല്ല കാറ്റുണ്ടെങ്കിലും നടന്നോണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല ചൂട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രി. നമുക്കെന്നാ പോവാം. ഓക്കെ, ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ. മേലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മള് ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷെ ആൾക്കാരുണ്ട്. ഓ, നൈസ് വ്യൂ കേട്ടോ. ഫുള്ള് എന്ത് വലിയ പാറകളാ നോക്ക് നിങ്ങള്, അല്ലേ? ഇവിടെ ചെറിയൊരു അരുവി പോലത്തെ ഒരു സ്ഥലമുണ്ട് താഴെ, പക്ഷെ അതിൽ മൊത്തം വേസ്റ്റ് ഒക്കെ ഇട്ടേക്കാണ് ആൾക്കാര്. ഇത് എന്തിനാന്നറിയോ? ഇത് റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ഫോർട്ടാ. 17 പോണ്ട്സ് ഉണ്ട് ഈ ഫോർട്ടില്. എനിക്കൊന്ന് 19 പോണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഞാൻ മുന്നേ? അതിലൊരു പോണ്ടാണ് തോന്നുന്നു ഇത്. കാരണം ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പോഴും, പക്ഷെ പ്ലാസ്റ്റിക് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇതായിട്ട് കിടക്കാണ്. കുറച്ച് സ്റ്റീപ്പാണ് ഈ സ്ഥലം. അപ്പൊ ഇതാണ് ഒരു പോണ്ട്. നമുക്ക് ഉള്ളിലൊക്കെ പോയി നോക്കാം. ഞാനിപ്പോ വിചാരിക്കാം, ഇപ്പൊ ഈ സ്റ്റെപ്പ് നോക്ക്, ഇത് പാറയില് തന്നെ കൊത്തി വെച്ച സ്റ്റെപ്പാട്ടോ. അപ്പൊ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായിരിക്കും ഇങ്ങനെ സ്റ്റെപ്പ് കുത്തിയിട്ടുണ്ടാവുക. നമ്മൾ ടോപ്പിലെത്തി. ഇനി ശിവ ടെമ്പിൾ ഉണ്ട് ഇവിടെ.
ഇത് ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു ചെറിയൊരു ബിൽഡിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പാറ കൊണ്ട് തന്നെ ഒരു പണിത ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അവർക്ക് നിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കേട്ടായിരിക്കും. നോട്ട് ഷുവർ. ചേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം സുഖമുണ്ട്. പക്ഷെ നല്ലൊരു വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാ. ഇവിടുന്ന് നൈസ് മൗണ്ടൻ വ്യൂ കാണാം. പിന്നെ സ്കൈയും ആകാശം എല്ലാം നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഇതാണ് ടോപ്പ് വ്യൂ. ഓ നൈസ്. ഫുൾ ടോപ്പ് കേട്ടോ, നല്ല കാര്യം. ഈ ഒരു റോക്ക് സൈഡ് ഭയങ്കര കാറ്റാണ്. ഇത് കണ്ടോ, ഈ ഒരു ഇത് പാറ ടുവേർഡ്സ് എന്താ പറയാ, ഭയങ്കര ഒരു കൊക്ക പോലത്തെ സ്ഥലത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുത്തിട്ട് അവിടെ ഇരിക്കുന്നില്ല, കാരണം ഭയങ്കര കാറ്റുമാണ്. നേരത്തെ ഒരു ചേച്ചി ഇരുന്നുണ്ടായി, എന്റെ തൊപ്പിയൊക്കെ പാറിപ്പോന്നു ഗൈസ്, അത്ര കാറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാറ്റ് അനുഭവിക്കുന്നത്. ലൈക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്രയും ശക്തിയിൽ ഞാൻ ഇതുവരെ ഒരു കാറ്റ് കൊണ്ടിട്ടില്ല. കാരണം ഞാൻ തന്നെ നീങ്ങി പോവാണ് ഈ കാറ്റ് കാരണം. ഭയങ്കര കാറ്റ്. ഇല്ല, അത് വേറെ ഉത്തരിപേട്ട് ഇല്ല, ഉത്തരിപേട്ടില്ല, സ്കന്ദഗിരി. നമ്മള് ഉത്തരപേരി ഞാൻ കയറുന്നുണ്ട്, ഇപ്രാവശ്യം കയറും. കഴിഞ്ഞ പ്രാവശ്യം എന്തോ രോഹിണി ശരിക്കും മെലിഞ്ഞിട്ട്, അത് സത്യം തന്നെയാ. അവള് കഷ്ടപ്പെട്ട് മെലിഞ്ഞതാ. ഈ ഗുഡിവണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഫോർട്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ബൈരഗൗഡ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത് തുളു ഡൈനാസ്റ്റിയിൽ പെട്ട ഒരാളാണ്. ഇവിടെ ഈ എന്താ പറയാ, ഈ റെയിൻ വാട്ടർ റിസർവേഷൻ കൂടാണ്ട് തന്നെ മിലിറ്ററി ഇതിനൊക്കെ വേണ്ടിയിട്ട് ലൈക്ക് യൂസ് ഉള്ള ഫോർട്ടാണ്. സോറി, എനിക്ക് കാറ്റ് കാരണം പറയാൻ പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര കാറ്റാണ്. ഈ ഇവിടെ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ചിക്ബാലപൂർ ആണ് കേട്ടോ. ചിക്ബാലപൂർ കർണാടക ഡിസ്ട്രിക്റ്റ് ആണ്. ഇത് ബാംഗ്ലൂരിന് അറൌണ്ട് ഒരു 92 കിലോമീറ്റർ എക്സാക്ട്ലി ഉണ്ടാവും ഇങ്ങോട്ടേക്ക്. ലൈക്ക് അറൌണ്ട് 1.5 hour to 2 hours വരും ഇങ്ങോട്ടേക്ക് വരാന്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ്. ഇവിടെ അധികം ഒന്നും ക്രൗഡഡ് അല്ല. പിന്നെ ഇവിടുത്തെ ഒരു വൈബ്, നൈസ് വൈബാണ്. കാറ്റ്, അങ്ങനെ ഒരു പ്ലേസ് ആണ് കേട്ടോ ഗൈസ്. ഞാനിപ്പോ എന്റെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴേലും ഒരു വീക്കെൻഡിൽ ടൈം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നൈസ് വെതറാണ്, ക്ലൈമറ്റ് ആണ്, നൈസ് വിൻഡാണ്. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ. കാറ്റ് കാരണം എന്റെ ഫോൺ ഒരു തിരിഞ്ഞു പോവാണ്. ബൈ ബൈ.